ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വൃശ്ചിക മാസത്തിലെ അല്ലെങ്കിൽ മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്, ഉത്പന്ന ഏകാദശി. നമ്മൾ തൃപ്രയാർ ഏകാദശി എന്നും പറയും. ഇന്ന് 26 നവംബർ 2024 അപ്പോൾ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഞാൻ പൊതുവെ വ്രതം എടുക്കുന്നത് പതിവില്ല. പക്ഷേ ഞാൻ പൂജകളും അല്ലെങ്കിൽ അഷ്ടോത്തരം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇടയ്ക്ക് വ്രതമെടുക്കും, പക്ഷേ പൂർണ്ണ ഉപവാസം ഞാൻ ചെയ്യാറില്ല. വല്ല പാലും പഴമൊക്കെ കഴിച്ച് വ്രതം എടുക്കാറുണ്ട്. ഭഗവാനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം തൃപ്രയാർ ഏകാദശി എന്നും ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, ഈ ഏകാദശിക്ക് നമ്മുടെ തൃപ്രയാർ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറുള്ള നമ്മുടെ ശ്രീരാമക്ഷേത്രം ഇല്ലേ, അവിടുത്തെ ഏകാദശി കൂടിയാണ് ഇന്ന്. അവിടെ ആഘോഷമാണ്. അവിടെയാണെങ്കിൽ ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഇരിക്കുന്ന ആ ക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ അവിടെ ശ്രീദേവിയും ഭൂദേവിയും ഉണ്ട്. അപ്പോൾ പൊതുവെ പറയും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടെ ലഭിക്കും. ഈ ഏകാദശിക്ക് ആ പ്രത്യേകതയുണ്ട്. ഭഗവാൻ വിഷ്ണുവിനൊപ്പം തന്നെ ലക്ഷ്മി ദേവിയും കൂടെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് ഈ ഏകാദശിക്ക്. അതുപോലെ തന്നെ ഈ ഏകാദശിയിലാണ് മുരാസുരനെ വധിക്കുവാനായിട്ട് ദേവി ഉത്ഭവിച്ചത്. അതായത് മഹാവിഷ്ണുവിൻ്റെ ശക്തിയിൽ നിന്നാണ് ഈ ഏകാദശിയിലെ ദേവി ഉത്ഭവിച്ചതെന്ന് വിശ്വാസം. അപ്പം അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഉൽപ്പന്ന ഏകാദശി അല്ലെങ്കിൽ ഉൽപ്പത്തി വന്നതാണല്ലോ, ദേവിയുടെ ഉൽപ്പത്തി ഉണ്ടായതാണല്ലോ. അതുകൊണ്ടാണ് ഈ ഉൽപ്പന്ന ഏകാദശി, ഉൽപ്പത്തി ഏകാദശി എന്നൊക്കെ പറയുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ, അതായത് പൂരംപുറപ്പാടുണ്ട്, ഉത്രം വിളക്കുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഈ വൃശ്ചികത്തിലെ ഏകാദശി. മുരാസുരൻ എന്ന അസുരനെ കൊണ്ട് മറ്റുള്ളവർക്കും ദേവന്മാർക്കും ഒക്കെ ഭയങ്കര ശല്യമായി. അപ്പോൾ സഹായം അഭ്യർത്ഥിച്ച് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലുകയുണ്ടായി ദേവന്മാർ. അപ്പോൾ എന്തെറ്റി, മഹാവിഷ്ണു ഒരു 100 വർഷം മുരാസുരനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. അത് കഴിഞ്ഞ് മഹാവിഷ്ണുവിന് വിശ്രമിക്കണം എന്ന് തോന്നി ഹിമവതി എന്ന ഒരു ഗുഹയിൽ പോയി ഉറങ്ങി. ഈ സമയത്ത് മുരാസുരൻ മഹാവിഷ്ണുവിൻ്റെ ഉപദ്രവിക്കാനായിട്ട്, അത് യുദ്ധം ചെയ്യുവാനായിട്ട് നേരെ ഗുഹയിലോട്ട് കയറി വന്നു. അപ്പോൾ അവിടെ ഒരു സുന്ദരിയായ ദേവി പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെ വധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ട് ഭഗവാൻ മഹാവിഷ്ണു സന്തോഷമായി. ഈ ദിവസം ഏകാദശി ദേവിയെ ഭജിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കട്ടെ എന്നും ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ദേവി മഹാവിഷ്ണുവിൻ്റെ ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചവളാണെന്ന് കരുതപ്പെടുന്നു. ഈ ദിവസം ലക്ഷ്മി നാരായണനെയും, അതായത് മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയും അതുപോലെ തന്നെ ഏകാദശി ദേവിയെയും ഭജിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വ്രതമില്ല, എന്നിരുന്നാലും അഷ്ടോത്തര നാമം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് പതിവ്. ഞാൻ അലങ്കരിച്ച് പൂക്കെ വെച്ച് ദീപധൂപാരതികൾ കാണിച്ച് നൈവേദ്യം പഴമാണ് വെച്ചത്. അതിനുശേഷം ശ്രീകൃഷ്ണ അഷ്ടോത്തര നാമമാണ് ചൊല്ലിയത്. അങ്ങനെ തുളസി അർപ്പിച്ചാണ് ഭഗവാനെ പ്രാർത്ഥിച്ചത്. അതുപോലെ നൈവേദ്യമായിട്ട് പഴമാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ വേറൊന്നുമില്ല, ഞാനത് കഴിഞ്ഞിട്ട് തുളസി ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ചു. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.